എല്ലാവർക്കും നമസ്കാരം. 10th മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എക്സാമിന് വേണ്ടിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് വീഡിയോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നേ 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ. എന്താണ്? ദി ഇൻസർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ എ ബി സി ടച്ചസ് ഇറ്റ്സ് സൈഡ്സ് അറ്റ് പി ക്യൂ ആർ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അത് ട്രയാങ്കിൾ എ ബി സി ഉണ്ട്. ആ എ ബി സിയുടെ സൈഡിൽ ഇല്ല, എ ബി സിയുടെ സൈഡിൽ സർക്കിള് പി ക്യു ആർ എന്ന് പറഞ്ഞ പോയിന്റിൽ ടച്ച് ചെയ്തിരിക്കുകയാണ്. ഡിനോട്ടിങ് ദ ലെങ്ത് ഓഫ് എ പി ബൈ എക്സ്, റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ ലെങ്സ് ബി ക്യു ആൻഡ് സി ആർ. അതായത് ലെങ്ത് എ പി, ഇതാ ഈ ലെങ്ത് ഉണ്ടല്ലോ എ പി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ലെങ്തിനെ നമ്മൾ എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? ബി ക്യു, ഇതാ ഇത് ബി ക്യു. അതുപോലെ തന്നെ സി ആറിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ എക്സിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത എന്താണ്? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് എ പി. ഈ എ പിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ബി ക്യുവിനെയും സി ആറിനെയും നമുക്ക് എക്സിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്കിവിടെ അറിയാം, എന്താന്ന് നോക്കിയാൽ എ പി എന്ന് പറഞ്ഞാൽ എന്താണ്? എ പി എന്ന് പറഞ്ഞാൽ എക്സ് ആന്ന് പറഞ്ഞു ഇല്ലേ. അങ്ങനെ ആവുകയാണെങ്കിൽ എന്താന്ന് നോക്കിയാൽ ഇത് എ ആർ എന്ന് തന്നെയായിരിക്കും, എക്സ് തന്നെയായിരിക്കും. എ പി ഈസ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പം എ ആർ എന്ന് പറഞ്ഞിരിക്കുന്നു എക്സ് തന്നെയാണ്. ഇതാന്ന് നോക്കിയാൽ നമുക്ക് ഏതാണ്? ബി ക്യു അല്ലെ, ബി ക്യു ആണല്ലോ വേണ്ടത്. ബി ക്യു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ബി ക്യു ഈസ് ഈക്വൽ ടു ഇതിനോട് ഈക്വൽ അല്ലേ. ഏതാണ്? ബി പിയോട് ഈക്വൽ ആണ് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി പിയോട് ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ലെങ്ത് 6 ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും ലെങ്ത് എത്രയായിരിക്കും വരുന്നത്? 6 മൈനസ് എക്സ് എന്ന് എഴുതാമല്ലോ. 6 മൈനസ് എക്സ്, 6 എക്സ് പോയാൽ ഇല്ല, ഈ എക്സ് പോയാലായിരിക്കുമല്ലോ ഈ ബി പി കിട്ടുന്നത്. ബി പി എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ് ക്യൂ ബിയോട് അല്ലെങ്കിൽ ബി ക്യൂവിനോട് ഈക്വൽ ആണ്. അപ്പം ബി ക്യൂ കിട്ടി നമുക്ക് 6 മൈനസ് എക്സ് ഇല്ല, അതല്ലായിരുന്നു ചോദ്യം. ബി ക്യൂ ഈസ് ഈക്വൽ ടു 6 മൈനസ് എക്സ് എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി അതുപോലെ തന്നെ നമുക്കിവിടെ എഴുതാം സി ആർ അല്ലേ. സി ആർ എന്തിനോട് ഈക്വൽ ആണ്? സി ക്യൂവിനോട് ഈക്വൽ ആണ് അല്ലേ. സി ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് സി ക്യൂവിനോട് ഈക്വൽ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ബി ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം എന്താണ്? 6 മൈനസ് എക്സ് ആണെന്നറിയാം. അത് നമ്മൾ എഴുതി. അതുപോലെ തന്നെ ഈ എ ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സ് ആണല്ലോ. എ ആർ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു എക്സിനോട് ഈക്വൽ ആണ്. അപ്പോൾ അതാ നോക്കിയേ, സി ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സി ആറിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സി ആർ അല്ലെങ്കിൽ സി ക്യൂവിനെ നമുക്ക് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 5 മൈനസ് എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ. കാരണം ഇവിടുത്തെ ടോട്ടൽ ലെങ്ത് 5 ആണ്. അപ്പോൾ സി ആർ എന്ന് വെച്ചാൽ 5 മൈനസ് എക്സ് ആണ് ഇല്ല. അപ്പോൾ ഏതൊക്കെയാണ് എഴുതാൻ ചോദിച്ചത്? ബി ക്യൂ 6 മൈനസ് എക്സ് എന്ന് കിട്ടി. അതുപോലെ തന്നെ സി ആർ ഏതാണ്? 5 മൈനസ് എക്സ് ആണ്. റെപ്രസെൻറ്റ് ചെയ്തല്ലോ. ഇനി അടുത്ത എന്താണ് ചോദിച്ചിരുന്നത്? സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിരുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് എ പി. ഇതാ ഈ ലെങ്ത് എ പിയുടെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എ പിയുടെ ലെങ്ത് എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ അല്ലെ. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് എ പിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കണ്ടായിരുന്നു ബി പി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ബി പി എന്ന് വെച്ചാൽ 6 മൈനസ് എക്സ് ആണ്. ഇത് എക്സ് ആണ്. ക്യൂ സി എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, അല്ലെങ്കിൽ സി ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് 5 മൈനസ് എക്സ് ആണ്. അപ്പം സി ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 5 മൈനസ് എക്സ് ആണ്. മനസ്സിലായല്ലോ? അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് എടുത്തിട്ട് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ഞാൻ നോക്കി, ഞാൻ ഈ ഒരു സൈഡ് എടുക്കുവാണ്. അതായത് ബി സി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാ നോക്കുക. ബി സി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനോട് ഈക്വലാണ്? സി ക്യൂ പ്ലസ് ക്യൂ ബിനോട് ഈക്വലാണല്ലോ. ഞാൻ ഈ സൈഡാണ് എടുത്തു കേട്ടോ. ഈ സൈഡ് അങ്ങ് എടുക്കുകയാണ്. അതായത് ബി സി എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് ബി സി അല്ലേ. ബി സി എന്ന് പറഞ്ഞാൽ എന്തിനോടൊക്കെ ഈക്വലാണ്? ക്യൂ സി പ്ലസ് ബി ക്യൂവിനോട് ഈക്വലാണ്. ബി സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? ടോട്ടൽ വാല്യൂ 4 ആണ് വരുന്നത്. സി ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 5 മൈനസ് എക്സ് ആണ് അല്ലേ. അതുപോലെ തന്നെ ക്യൂ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 6 മൈനസ് എക്സും ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ബി സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ ലെങ്ത് 4 ആണല്ലോ. സി ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് സി ക്യൂ ഇല്ലേ, അത് 5 മൈനസ് എക്സ് ആണ്. 5 മൈനസ് എക്സ് പ്ലസ് ക്യൂ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 6 മൈനസ് എക്സും ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ അതങ്ങ് ആഡ് ചെയ്യാമല്ലോ. അതപ്പോൾ 4 ഈസ് ഈക്വൽ ടു ഇത് എത്ര വരും? 5 പ്ലസ് 6 വരും അല്ലേ, 11 വരും. ദെൻ മൈനസ് 2x എന്ന് പറഞ്ഞു അല്ലേ. 4 ഈസ് ഈക്വൽ ടു 11 മൈനസ് 2x എന്ന് വരും. നമുക്ക് എന്താണ്? എക്സ് അല്ലേ കണ്ടുപിടിക്കണം. അപ്പോൾ 2x ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. പ്ലസ് 2x ആയി. 2x ഈസ് ഈക്വൽ ടു 11 മൈനസ് 4 എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 7 എന്ന് വരും അല്ലേ. 7 വരും. അപ്പം എക്സ് കണ്ടുപിടിക്കാമല്ലോ. എക്സ് ഈസ് ഈക്വൽ ടു 7/2 ഇല്ലേ. 7/2 എന്ന് പറയുമ്പോൾ എത്ര വരും? 3.5 എന്ന് വരും. 3.5 സെൻറ്റിമീറ്റർ എക്സിൻ്റെ വാല്യൂ. അതായത് ഈ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 3.5 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. മനസ്സിലായല്ലോ? ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും കണ്ടുപിടിക്കാൻ കൊണ്ടോ. ഞാനിപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് കണ്ടുപിടിച്ചതേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പം എ പിയുടെ ലെങ്ത് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ക്യൂ ബി അല്ലേ, അല്ലെങ്കിൽ ബി ക്യൂവും സി ആറും നമ്മൾ എക്സിൻ്റെ ടേംസിലും എഴുതി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദി ഇൻസർക്കിൾ ഓഫ് ട്രയാങ്കിൾ എക്സ് വൈ ഇസഡ് ടച്ചസ് ദ സൈഡ്സ് എക്സ് വൈ അറ്റ് ടി. പ്രൂവ് ദാറ്റ് എക്സ് വൈ പ്ലസ് എക്സ് ഇസഡ് മൈനസ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു 2xt എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ട്രയാങ്കിൾ ആണ് എക്സ് വൈ ഇസഡ്. അപ്പം അതിൻ്റെ ഉള്ളിൽ സർക്കിൾ ഉണ്ട്, അത് ടച്ച് ചെയ്തിരിക്കുകയാണ്. ഇതാ ഇവിടെ എക്സ് ഇസഡിൽ ഇവിടെ ടി എന്ന് പറയുന്ന പോയിന്റ് ടച്ച് ചെയ്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു പേര് കൊടുക്കാം, പി എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് ക്യൂ എന്നും കൊടുക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം എക്സ് വൈ ഇല്ലേ, എക്സ് വൈ പ്ലസ് എക്സ് ഇസഡ് മൈനസ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു 2xt. റൈറ്റ് സൈഡിൽ നമുക്ക് 2xt ആണ് കിട്ടേണ്ടത്. അതവിടെ നോക്കി എക്സ് വൈ ഉണ്ടല്ലോ, എക്സ് വൈനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? അതായത് എക്സ് വൈ എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ടി പ്ലസ് വൈ ടി എന്ന് നമുക്ക് എഴുതാം ഇല്ലേ. അതുപോലെ തന്നെ എക്സ് ഇസഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ക്യൂ ഇല്ലേ, എക്സ് ക്യൂ പ്ലസ് എങ്ങനെയാണ് ക്യൂ ഇസഡ് എന്ന് എഴുതാം ഇല്ലേ. അതുപോലെ തന്നെ വൈ ഇസഡ് ഇല്ലേ, വൈ ഇസഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? വൈ പി ഇല്ലേ, വൈ പി പ്ലസ് എങ്ങനെയാണ് പി ഇസഡ് എന്നും എഴുതാം. മനസ്സിലായല്ലോ? ഈ വാല്യൂസ് ഞാൻ ഇതിലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഇപ്പോൾ ലാസ്റ്റത്തേതാ ഈ മൈനസ് വാല്യൂ ഞാൻ എടുക്കുന്നില്ല, അതായത് വൈ ഇസഡിൻ്റെ വാല്യൂ തൽക്കാലം ഞാൻ ഇവിടെ എഴുതുന്നില്ല, അല്ലാതെ ബാക്കിയെല്ലാം എഴുതുവാണ്. അപ്പം എക്സ് വൈക്ക് പകരം നമുക്ക് എങ്ങനെ എഴുതുന്നത്? എക്സ് ടി പ്ലസ് വൈ ടി ഇല്ലേ. ഇനി എക്സ് ഇസഡിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ക്യൂ ഇല്ലേ, എക്സ് ക്യൂ പ്ലസ് ക്യൂ ഇസഡ് എന്ന് എഴുതാം. മൈനസ് വൈ ഇസഡ് ആയതുകൊണ്ട് അതിന് ഞാൻ അങ്ങനെ വിട്ടിരിക്കുകയാണ്. അത് നോക്കാം, നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകുമെന്ന് നോക്കാം കേട്ടോ. ഇനി നമുക്കറിയാം ഈ എക്സ് ടി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? എക്സ് ക്യൂവിനോട് ഈക്വൽ ആണ്. അതുപോലെ തന്നെ വൈ ടി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? വൈ പിന്നോട് ഈക്വൽ ആണ് ഇല്ലേ. അതുപോലെ തന്നെ പി ഇസഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിനോട് ഈക്വൽ ആണ്, ക്യൂ ഇസഡിനോട് ഈക്വൽ ആണ്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? അതായത് എക്സ് ടി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? എക്സ് ടി ഈസ് ഈക്വൽ ടു എക്സ് ക്യൂ ആണ് അല്ലേ. അതുപോലെ തന്നെ വൈ ടി ഈസ് ഈക്വൽ ടു വൈ പി ആണ് അല്ലേ. അപ്പം അതുപോലെ തന്നെ എന്താണ് ക്യൂ ഇസഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? പി ഇസഡിനോടും ഈക്വൽ ആണ്. അതാ നോക്കിയേ, എക്സ് ടിക്ക് വരുമ്പോഴാണെങ്കിൽ നമുക്ക് എക്സ് ക്യൂ എന്ന് എഴുതാം. പക്ഷേ നമുക്കിവിടെ ആൻസർ കിട്ടേണ്ടത് 2xt എന്നല്ല ആൻസർ കിട്ടും. അപ്പോൾ ഈ എക്സ് ടീനെ ഞാനൊന്നും ചെയ്യുന്നില്ല, എക്സ് ടി ഞാൻ അതേപടി എഴുതി. എക്സ് ടി പ്ലസ് വൈ ടിക്ക് പകരം ഈ വൈ ടിക്ക് പകരം ഞാനിവിടെ എന്തായിരുന്നു? വൈ പി കൊടുത്തു ഇല്ലേ, വൈ പി എന്ന് കൊടുത്തു. ദെൻ എക്സ് ക്യൂവിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എക്സ് ടി എന്ന് കൊടുത്തു ഇല്ല, നമുക്ക് എക്സ് ടിയിലാണല്ലോ ആൻസർ വേണ്ടത്. അപ്പം ഈ എക്സ് ക്യൂവിന് പകരം ഞാനിവിടെ എന്താണ്? എക്സ് ടി എന്ന് കൊടുത്തു. പ്ലസ് ക്യൂ ഇസഡിന് പകരം ഞാനിവിടെ പി ഇസഡ് എന്ന് കൊടുത്തു. മൈനസ് വൈ ഇസഡിനെ ഞാനൊന്നും ചെയ്യുന്നില്ല അവിടെ കേട്ടോ. ഞാൻ നോക്കാം, ഇവിടെ ഒരു എക്സ് ടി ഉണ്ട്, ഇവിടെ ഒരു എക്സ് ടി ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2xt എന്ന് എഴുതാം. 2xt പ്ലസ് പിന്നെ എന്താണ്? വൈ പി പ്ലസ് പി ഇസഡ് മൈനസ് വൈ ഇസഡ് എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. ദെൻ 2xt പ്ലസ് ഈ വൈ പി പ്ലസ് പി ഇസഡ് എന്താണെന്ന് നോക്കി നമ്മൾ ആദ്യമേ എഴുതിയതാണ്. വൈ പി പ്ലസ് പി ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ഇസഡ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? വൈ ഇസഡ് എന്ന് കൊടുക്കാം. വൈ ഇസഡ് മൈനസ് വൈ ഇസഡ്. അപ്പോൾ എനിക്ക് ഇവിടെ പ്ലസ് വൈ ഇസഡും ഉണ്ട് മൈനസ് വൈ ഇസഡും ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഏതാണ് വരുന്നത്? 2xt എന്ന് ആൻസർ വരും. മനസ്സിലായല്ലേ? നമ്മുടെ LHS എന്ന് പറഞ്ഞിരിക്കുന്നതല്ലായിരുന്നു, അപ്പോൾ RHS എത്തിയില്ലേ. അപ്പോൾ എന്ത് പറയാം? എക്സ് വൈ പ്ലസ് ഇല്ലേ. അപ്പം നമുക്ക് പറയാം എക്സ് വൈ പ്ലസ് എക്സ് ഇസഡ് മൈനസ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? 2xt എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 80 സെൻറ്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 396 സ്ക്വയർ സെൻറ്റിമീറ്റർ. റൈറ്റ് ദ ഫാക്ട്സ് ആസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്? ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ 80 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഏരിയ 396 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അതിനെ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ലെങ്ത്, സൈഡ്സിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനും ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പം റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിൻ്റെ എന്താണ്? ഒരു സൈഡിനെ നമ്മൾ എക്സ് ആയിട്ടും മറ്റേ സൈഡിനെ വൈ ആയിട്ടും എടുക്കുവാണ്. മനസ്സിലായല്ലോ? സൈഡ്സിന് നമ്മൾ എക്സും വൈയും ആയിട്ട് എടുത്തു. അപ്പോൾ എന്താണ്? പെരിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെരിമീറ്റർ എങ്ങനെയാണ്? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇല്ലേ. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് വെച്ചാൽ 80 എന്ന് വന്നു. ദെൻ പിന്നെ എന്താണ്? ഏരിയ ഇല്ലേ, ലെങ്ത്. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് റെക്റ്റാങ്കിൾ ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് എക്സ് വൈ ഇല്ലേ. എക്സ് വൈ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് 396 എന്നും വന്നു. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ എഴുതാം? 80/2 എന്ന് എഴുതാം. അതായത് എക്സ് പ്ലസ് വൈ എന്ന് വെച്ചാൽ 40 വരും അല്ലേ. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 40 വരും. ഞാൻ അതിൽ വൈ ഈസ് ഈക്വൽ ടു വൈക്ക് ഞാൻ 40 മൈനസ് എക്സ് എന്ന് കൊടുത്തു. വൈ ഈസ് ഈക്വൽ ടു 40 മൈനസ് എക്സ് എന്ന് കൊടുത്തു. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1, ഇതിനെ ഇക്വേഷൻ നമ്പർ 2 ആക്കി എടുക്കുകയാണെങ്കിൽ 2 ഞാൻ 1ലേക്ക് അപ്ലൈ ചെയ്യുവാണ്.
കേട്ടോ. അപ്പം എങ്ങനെ എഴുതാം? 2 in 1 സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 in ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ എങ്ങനെ എഴുതും? എക്സ് ഇൻറ്റു വൈൻ്റെ സ്ഥാനത്ത് എങ്ങനെ എഴുതാം? 40 മൈനസ് എക്സ് എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 396 എന്ന് വരും. അപ്പോൾ എങ്ങനെയാണ്? 40x എക്സ്പാൻഡ് ചെയ്യാണ്. 40x മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 396 എന്ന് വരും. ഓർ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 40x ഇല്ലേ ഈസ് ഈക്വൽ ടു മൈനസ് 396 എന്ന് വന്നു. ഓർ എക്സ് സ്ക്വയർ മൈനസ് 40x പ്ലസ് 396 ഈക്വൽ ടു 0 എന്ന് വന്നു. അപ്പോൾ സെക്കൻഡ് ഡിഗ്രിയിൽ ഇക്വേഷനിലേക്ക് എഴുതിയല്ലോ. എക്സ് സ്ക്വയർ മൈനസ് 40x പ്ലസ് 396 ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് എഴുതി. ഇനി എന്താണ് പറയുന്നത്? വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ഈ സൈഡ്സിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. തന്നെ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? എക്സ് മൈനസ് 22 ഇൻറ്റു എക്സ് മൈനസ് എത്ര വരും? 18 എന്ന് വരും കേട്ടോ. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 22 അതുപോലെ തന്നെ 18 വരും എക്സിൻ്റെ വാല്യൂ. ഒരു സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്താണ് 22 അല്ലെങ്കിൽ 18 എടുത്തു. അപ്പോൾ രണ്ടാമത്തെ സൈഡ് കണ്ടുപിടിക്കാമല്ലോ. അതായത് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞിരിക്കുന്നത് 40 ആണ്. അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഏതെങ്കിലും വാല്യൂ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 22 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 22 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമ്മുടെ വൈയുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ ഇത് വേണമെന്നില്ല, ഇക്വേഷൻ ഉള്ളൂ, ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. അതായത് വൈ ഈസ് ഈക്വൽ ടു 40 മൈനസ് എക്സ് ഉണ്ടല്ലോ, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 40 മൈനസ് എക്സിൻ്റെ ഒരു വാല്യൂ 22 എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എത്ര വരും? 18 വരും അല്ലേ? വൈ ഈസ് ഈക്വൽ ടു 18 എന്ന് വന്നു. അപ്പോൾ ഒരു സൈഡ് എക്സ് ഈസ് ഈക്വൽ ടു, അതായത് ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 22 ആയപ്പം വൈ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര വന്നു? 18 വന്നു. മനസ്സിലായല്ലോ? അപ്പം ഈ രീതിയിലും കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ട്രയാങ്കിൾ എ ബി സി വി ഹാവ് എ ബി ഈസ് ഈക്വൽ ടു 11 സെൻറ്റിമീറ്റർ, എ സി ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ ആൻഡ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഫ്രം എ ബി ടു സി. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം കേട്ടോ. ട്രയാങ്കിൾ എ ബി സി ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ട്രയാങ്കിൾ എ ബി സി ആണ്. ഇതാ നോക്കട്ടെ, എ ബി സി എന്ന് പറഞ്ഞു. എ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് 11 സെൻറ്റിമീറ്റർ, അതായത് ഇത് 11 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ സി എന്ന് പറഞ്ഞിരിക്കുന്നത് 8 സെൻറ്റിമീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആംഗിൾ എ എന്ന് പറഞ്ഞിരിക്കുന്നത് 60 ഡിഗ്രി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? എന്താണ് ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഫ്രം എ ബി ടു സി. എ ബിയിൽ നിന്നും സിയിലേക്കുള്ള ഹൈറ്റ്, അതായത് നമ്മളിതാ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അതായത് എ ബിയിൽ നിന്നും സിയിലേക്കുള്ള ഈ ഹൈറ്റ് ആണ് നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതിനെ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിളും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 60 ഡിഗ്രിയാണ്, നമ്മുടെ റേഷ്യോ അനുസരിച്ചിട്ടല്ലേ? ഇത് 60 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് ഏതാണ് വരുന്നത്? 30 ഡിഗ്രി വരുമല്ലോ അല്ലേ? അപ്പോൾ റേഷ്യോ അനുസരിച്ചിട്ട് എങ്ങനെയാണ്? 30, 60, 90യുടെ റേഷ്യോ എത്രയാണ് വരുന്നത്? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:√3:2 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇവിടെ തന്നിരിക്കുന്നത് ഈ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം എ സി തന്നിട്ടുണ്ട്, അതായത് 90യുടെ ഓപ്പോസിറ്റുള്ള ലെങ്ത് തന്നിട്ടുണ്ട്. അതായത് 90യുടെ ഓപ്പോസിറ്റുള്ള 8 വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കി ഇവിടുത്തെ വാല്യൂ 30യുടെ അവിടെ എത്രയാണ് വരുന്നത്? ഇവിടെ പഠിച്ചില്ല, 1:√3:2 ആണ്. അപ്പോൾ ഇത് എത്ര വരും? ഇത് 4 വരും. ദെൻ ഇത് എത്രയാണ്? 4√3 എന്ന് വരും. അതായത് 30യുടെ ഓപ്പോസിറ്റ് ഇതാ ഈ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 4 ആണ് വരുന്നത്. മനസ്സിലാവുന്നല്ലോ? ടോട്ടലാണ് 11 വന്നിരുന്നത് കേട്ടോ. ദെൻ 60യുടെ ഓപ്പോസിറ്റുള്ള ഇത് എത്ര വരും? 4√3 വരും അല്ലേ? 4√3 എന്നാണ് വരുന്നത്. അപ്പം ഹൈറ്റ് കിട്ടിയല്ലോ. 60യുടെ ഓപ്പോസിറ്റ് 4√3 ആണ് വരുന്നത്. എത്രയാണ് വന്നിരിക്കുന്നത്? 4√3 എന്ന് തോന്നുന്നു അല്ലേ? അതായത് ഞാൻ ഇതിൻ്റെ ഒരു പേര് കൊടുക്കുകയാണ്, ഡി എന്ന് പറഞ്ഞ പേര് കൊടുത്തു ചോദിച്ചാൽ. അതായത് നമുക്കറിയാം എ ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എത്ര വന്നു? എ ഡി എന്ന് വെച്ചാൽ 4 സെൻറ്റിമീറ്റർ വന്നു. അതുപോലെ തന്നെ സി ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 4√3 എന്ന് പറഞ്ഞു. അതായത് ഹൈറ്റ് അല്ലേ? സി ഡി എന്ന് വെച്ചാൽ എന്താണ്? ഹൈറ്റ് അല്ലേ? ഹൈറ്റ് ആണ്, ദാറ്റ് ഈസ് 4√3 എന്ന് വന്നു. ഇനി അടുത്ത സെക്ഷൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ അല്ലേ? ട്രയാങ്കിളിന് ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരുന്നത്. ഹാഫ് BH ആണ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ബേസ് 11 ആണ്. ഹൈറ്റ് നമുക്കിവിടെ എത്ര കിട്ടി? 4√3 എന്ന് കിട്ടി. ഇതൊന്നും ക്യാൻസലായിട്ട് പോയി 2 വന്നു. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 22/3 അല്ലേ? 22√3 എന്നാണ് നമുക്കിവിടെ ആൻസർ വരുന്നത്. അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ക്വാഡ്രിലാറ്ററൽ ABCD ഇൻ ദ പിക്ചർ ഇസ് ദ സ്ക്വയർ ആൻഡ് ഇറ്റ്സ് ഹാഫ് ജോയിൻഡ് ടുഗദർ. ഇതാ നോക്കട്ടെ,
ബി സി ഡി ഇതെന്ന് പറഞ്ഞാൽ ക്വാഡ്രിലാറ്ററലാണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ക്വയർ ഇല്ലേ, ഒരു സ്ക്വയറും അതിൻ്റെ ഹാഫും കൂടെ ജോയിൻ ചെയ്തതാണ് അല്ലേ. ഇതൊരു ഇത്രയും പോർഷൻ വെച്ചാൽ ഒരു സ്ക്വയർ ആണ്, പിന്നെ ആ സ്ക്വയറിൻ്റെ ഒരു ഹാഫും കൂടെ ജോയിൻ ചെയ്ത ഒരു ക്വാഡ്രിലാറ്ററലാണ്. കാൽക്കുലേറ്റ് ആംഗിൾ സി ആൻഡ് ആംഗിൾ ഡി എന്നാണ് ആദ്യമേ ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ സി അല്ലേ, നമുക്കറിയാം ഈ ഇത്രയും പോർഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു സ്ക്വയറിൻ്റെ ഹാഫാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും, 45 ഡിഗ്രി ആയിരിക്കുമല്ലോ. ഇത് 90 ഡിഗ്രി ആണ് ഇല്ലേ. അതാ നോക്കി ഇവിടെ എത്ര, ഇതും എത്ര വരും, 45 ഡിഗ്രി എന്ന് വരും ഇല്ലേ. സ്ക്വയറിനെ കട്ട് ചെയ്തിരിക്കുന്നില്ല, പകുതി എടുത്തിരിക്കുന്നില്ല, അപ്പം ഇത് 45 ഡിഗ്രിയാണ്. അതായത് ആംഗിൾ സി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് വരുന്നത്, 45 ഡിഗ്രി എന്ന് വന്നു. ഇനി എന്താണ്, ആംഗിൾ ഡി കണ്ടുപിടിക്കണം. ആംഗിൾ ഡി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്രയും ഫുള്ള് വരും. ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ ഇത്രയും ഫുള്ള് വരുവാണ് അല്ലേ. അപ്പോൾ ഇത് 45 ആണ്. ഇവിടുത്തെ ആംഗിൾ എത്രയാണ്, 90 ആണ് വരുന്നത് അല്ലേ. അപ്പം ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ എത്ര വരും, 90 + 45 വരും ഇല്ല. എത്രയാണ്, 135 ഡിഗ്രി എന്ന് വന്നു. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഇത് സർക്കിൾ ത്രൂ ദ പോയിന്റ്സ് എ ബി സി ഈസ് ഡ്രോൺ, വേർ വുഡ് ബി ദ പൊസിഷൻ ഓഫ് ഡി റിലേറ്റീവ് ടു ദ സർക്കിൾ വൈ. അതായത് എ ബി സി അല്ലേ, ഈ എ ബി സിനെ കണക്ട് ചെയ്തിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കാമെന്ന് ചോദിച്ചു. എയും ഏതൊക്കെയാണ്, എയും ബിയും സിയും ഇല്ലേ, അത് പോയിന്റ് ആക്കി അതിലൂടെയുള്ള ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഡിയുടെ പൊസിഷൻ എവിടെയായിരിക്കും അല്ലേ, സർക്കിളിന് എവിടെയായിരിക്കും, അതിന് റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഡിയുടെ പൊസിഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിയുടെ പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം, നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എടുത്ത് നോക്കിയാൽ അറിയാൻ സാധിക്കുമല്ലോ, അതിൻ്റെ വാല്യൂ 180നേക്കാളും കൂടുതലാണോ 180നേക്കാളും കുറവാകുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ബിയും ഡിയും ഇല്ലേ, ഡിയുടെ പൊസിഷൻ എവിടെയാണെന്ന് ചോദിച്ചത്. അപ്പം ഈ ബിയും ഡിയുടെയും നമ്മൾ ആംഗിളിൻ്റെ എടുത്തു കഴിഞ്ഞാൽ അത് 180നേക്കാളും കൂടുതലോ കുറവാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുമല്ലോ, ഉള്ളിലാണോ, സർക്കിളിൻ്റെ ഉള്ളിലാണോ അല്ലെങ്കിൽ സർക്കിളിൻ്റെ പുറത്താണോ വരുന്നതെന്നുള്ളത്. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം, അതായത് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി നമ്മൾ നോക്കുക അല്ലേ. അപ്പം ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്, 90 ഡിഗ്രി ആണല്ലേ. ഇത് എത്രയാണ് വരുന്നത്, 90 ഡിഗ്രി ആണല്ലോ വരുന്നത്, 90 ഡിഗ്രിയാണ്. ആംഗിൾ ഡി നമുക്കിവിടെ എത്ര കിട്ടി, 135 കിട്ടി അല്ലേ. അപ്പം എത്ര വരും, 225 എന്ന് വരും. ഈ 225 എങ്ങനെയാണ്, ഗ്രേറ്റർ ദാൻ 180 അല്ലേ, ഗ്രേറ്റർ ദാൻ 180 ആണ്. അപ്പം ഗ്രേറ്റർ ദാൻ 180 ആകുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, ഇൻസൈഡ് ദ സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കും. നമ്മൾ പഠിച്ചതല്ലേ, therefore ഗ്രേറ്റർ ദാൻ 180 ആണ്. therefore ഡി ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. ഡി എങ്ങനെയാണ്, സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കും. റീസൺ മനസ്സിലായല്ലോ. അതായത് ഇവിടെ കിട്ടിയിരിക്കുന്ന ആംഗിൾ അല്ലേ, സം ഓഫ് ദി ആംഗിൾ, ഓപ്പോസിറ്റ് ആംഗിൾ എങ്ങനെയൊന്ന് ഗ്രേറ്റർ ദാൻ 180 ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും, ഡി ഈസ് ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. ഇനി അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, വാട്ട് അബൌട്ട് ദ പൊസിഷൻ ഓഫ് എ റിലേറ്റീവ് ടു ദ സർക്കിൾ ത്രൂ ദ പോയിന്റ്സ് ബി സി ഡി വൈ. അതായത് ബി സി ഡി അതിൽ കൂടെ നമ്മൾ സർക്കിൾ വരയ്ക്കുകയാണ്. അപ്പം എയുടെ പൊസിഷൻ എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ആംഗിൾ എ പ്ലസ് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ സി ആണ് അല്ലേ. ആംഗിൾ എ 90 ആണ്, ആംഗിൾ സി എന്ന് പറയുന്നത് 45 ആണ് വരുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 135 വരും. 135 ഈസ് ലെസ് ദാൻ 180 ആണ് അല്ലേ, 180നേക്കാളും കുറവാണ്. therefore നമുക്ക് എന്ത് പറയാം, എ ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. എങ്ങനെയാണ്, സർക്കിളിന്റെ പുറത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പിക്ചർ ഷോസ് എ ട്രയാങ്കിൾ ആൻഡ് ഇറ്റ് സർക്കം സർക്കിൾ. വാട്ട് ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദി അതർ 2 സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അത് സർക്കിളിൻ്റെ ഉള്ളിലാണല്ലേ തന്നിരിക്കുന്നത്. അപ്പം വാട്ട് ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പം ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ നമ്മൾ കണ്ടുപിടിക്കാൻ മുന്നേ നമുക്ക് ആംഗിൾസ് കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ ആംഗിൾ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 55 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ആംഗിൾ സി എന്ന് പറഞ്ഞിരിക്കുന്നത് 50 ഡിഗ്രിയാണ്. അപ്പം അങ്ങനെയാവുകയാണെങ്കിൽ ഇത് കേട്ടോ, ഇത് ആംഗിൾ എ ആണ് കേട്ടോ. അപ്പോൾ ആംഗിൾ എ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 മൈനസ് 55 പ്ലസ് 50. ഇവിടെ ആൻസർ എത്രയാണ് വരുന്നത്, 75 എന്ന് വരും കേട്ടോ, 75 ഡിഗ്രി. അപ്പം ആംഗിൾ എ എന്ന് പറഞ്ഞിരിക്കുന്നത് 75 ഡിഗ്രിയാണ്. ഇനി നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ? സർക്കിളിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം സർക്കം സർക്കിളിൻ്റെ കേസിലല്ല വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാവുകയാണെങ്കിൽ നമ്മൾ എക്സ്റ്റൻഡഡ് സൈൻ റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. സപ്പോസ് നമുക്കിതാ ഈ ലെങ്തിനെ നമ്മൾ എ എന്ന് കൺസിഡർ ചെയ്യാമെന്ന് വെച്ചാൽ, ഈ ലെങ്തിനെ നമ്മൾ എ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയമീറ്റർ ഇല്ലേ, ഡയമീറ്റർ നമ്മൾ എങ്ങനെയാണ് ഡയമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഡയമീറ്റർ ദാറ്റ് ഈസ് അതിന് നമ്മൾ 2r എന്ന് എടുക്കുകയാണ് കേട്ടോ. ഡയമീറ്റർ 2r ഈസ് ഈക്വൽ ടു എ ഡിവൈഡ് ബൈ സൈൻ എ. സൈൻ എ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ആംഗിൾ അല്ലേ. അപ്പം ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ സ്മോൾ ലെറ്റർ എ ആയിട്ട് എടുത്തിരിക്കുന്നത്.
അപ്പം ഡയമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സൈഡ് ഡിവൈഡ് ബൈ സൈൻ ഓഫ് ദിസ് ആംഗിൾ ആണ്. മനസ്സിലായില്ല? അപ്പം ഈ ലെങ്ത് അല്ലേ തന്നിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബി സി ആണ്. ബി സി ഡിവൈഡ് ബൈ സൈൻ എത്രയാണ്? 70 വരും ഇല്ലേ? അപ്പം ബി സി എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 ഡിവൈഡ് ബൈ സൈൻ 70 അല്ല 75 അല്ലേ? 75 സൈൻ 75 ആണ്. അപ്പം സൈൻ 75ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 0.9659 വരും അല്ലേ? അപ്പം വാല്യൂ വരുന്നത് 6.21 കേട്ടോ. 6.21 സെൻറ്റിമീറ്റർ എന്നാണ് വരുന്നത്. അതായത് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ഡയമീറ്റർ കേട്ടോ. ഡയമീറ്റർ കിട്ടി. അപ്പോൾ അതായത് ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് നമുക്കിവിടെ കിട്ടുക. അപ്പോൾ ഡയമീറ്റർ അല്ലേ? ഡയമീറ്റർ നമുക്ക് എങ്ങനെ എഴുതാം? ഡയമീറ്റർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 6.21 സെൻറ്റിമീറ്റർ എന്ന് വന്നു. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ചോദിച്ചിരുന്നത്? ലെങ്ത് ഓഫ് അതർ 2 സൈഡ്, മറ്റ് 2 സൈഡിൻ്റെ ലെങ്തും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. മറ്റ് 2 സൈഡിൻ്റെ ലെങ്ത്, സപ്പോസ് ഇത് ബി ഇത് സി ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ രീതി തന്നെ ഡയമീറ്റർ നമുക്കിവിടെ കിട്ടി ഇല്ല? ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഡയമീറ്റർ നമുക്കിവിടെ വാല്യൂ കിട്ടി. അപ്പം അതിൻ്റെ തന്നെ വെച്ച് ചെയ്യാം. അപ്പം ഈ ഇതിനെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ്? നമ്മൾ ഇതേ എഴുതിയതുപോലെ തന്നെ ഇല്ല? അതായത് ഡയമീറ്റർ 2r എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ ആംഗിളിനെ വെച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബി ഡിവൈഡ് ബൈ എങ്ങനെയാണ്? സൈൻ ഏതാണ്? ആംഗിൾ ബി വരും ഇല്ല? അതായത് ബി എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടെ ബി ആണ് കണ്ടുപിടിക്കേണ്ടത് ഇല്ല? അപ്പോൾ ബി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ബി ഈസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് എ സി ആണ് കേട്ടോ. ബി ഈസ് ഈക്വൽ ടു എ സി ആണ്. എ സി ഈസ് ഈക്വൽ ടു 2r സൈൻ ബി എന്ന് കൊടുത്തു അല്ലേ? അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പം ദാറ്റ് ഈസ് എ സി ഈസ് ഈക്വൽ ടു 2r നമുക്കവിടെ കിട്ടി 6.21 ആണ് ഇൻറ്റു സൈൻ ബി, അതായത് സൈൻ 55 അല്ലേ? അപ്പം അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 6.21 ഇൻറ്റു സൈൻ 55 എന്ന് പറയുന്നത് 0.8192 വരും കേട്ടോ. അപ്പോൾ ആൻസർ വരുന്നത് 5.09 സെൻറ്റിമീറ്റർ എന്ന് വരും. 5.09 സെൻറ്റിമീറ്റർ. അതേ രീതിയിൽ തന്നെ നമുക്ക് മറ്റേ കണ്ടുപിടിക്കാം. അതായത് അടുത്ത സൈഡ് എ ബി ഇല്ലേ? എ ബിനെ നമ്മൾ സി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതേ തന്നെ അങ്ങനെ എഴുതാം 2r സൈൻ സി എന്ന് എഴുതാമല്ലോ അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 6.21 ഇൻറ്റു സൈൻ സി എന്ന് പറഞ്ഞിരിക്കുന്നത് സൈൻ എത്രയാണ്? 50 ഡിഗ്രി വരും അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 6.21 ഇൻറ്റു സൈൻ 50യുടെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 0.766 എന്ന് വരും കേട്ടോ. അപ്പോൾ ആൻസർ 4.76 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഡയമീറ്റർ നമുക്ക് കിട്ടി എത്രയാണ്? 6.21 എന്ന് കിട്ടി. ദെൻ അതർ സൈഡ്സ് 5.09 അതുപോലെ തന്നെ 4.67 സെൻറ്റിമീറ്ററും കിട്ടി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് തൽക്കാലം ഇപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചെയ്ത് നോക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും നല്ലോണം പഠിക്കുക, എഴുതി തന്നെ പഠിക്കുക. താങ്ക്